ഹായ് വ്യൂവേഴ്സ്, ഞാൻ ബ്ലാക്കസ്റ്റ്. അപ്പോൾ നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ബെല്ലയുടെ ചെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കണം. വേറെ ഒന്നുമില്ല, നമ്മൾ അന്നത്തെ മെയിൻ പരിപാടി ജസ്റ്റ് ബെല്ലയുടെ ചെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് ലൂബ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ സാരി കാർഡ് ഇളക്കാനായിട്ട് ഇപ്പം ഒരു അലങ്കി ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഇത് 5mm ആണ്. ആദ്യം ഈ 4mm ഇട്ടത്, അപ്പോൾ ഇതല്ല സൂട്ടാവുന്നത്. നമുക്ക് ഈ 5mm ഇട്ടിട്ട് ഒന്ന് വലിച്ചു പോരാം. ഇത് പറഞ്ഞാൽ ഊരി വന്നു. അത് ഊരി അതുപോലെ ഒരു ചെറിയൊരു അടപ്പ് ഊരി മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കറക്കാം. ഓക്കെ, ഇനി ഈ മൂന്നാമത്തെ കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 1, 2, 3 ഇത് പിന്നെയും കൂടെ അതിന് ഒരാളും. ഇത് പക്ഷെ കുറച്ച് വില ഉള്ളവനാണ്. ഒരു ഇടിയും കിട്ടി. ഇതും കൂടെ അങ്ങ് ലൂസ് ചെയ്തപ്പോഴത്തേക്ക് മൊത്തത്തിൽ ലൂസായി. ഇതൊക്കെ ഞാൻ എന്തോ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് വലിച്ചു ഊരുന്നതാണ് കേട്ടോ. തിരിച്ച് ഇതുപോലെയൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയാൽ കൊള്ളായിരുന്നു. ഇത് മൊത്തത്തിൽ ഊരണമൊന്നുമില്ല കേട്ടോ. ലൈക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ജോലി. അപ്പോൾ ഇത് ഊരിങ്ങ് കിട്ടി. ഇത് കണ്ടില്ലേ, ഇതിനടിയിൽ മൊത്തം അഴുക്ക്. ആഹാ, അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ സാരി കാർഡ് ജസ്റ്റ് നൈസായിട്ട് ഊരി കേട്ടോ. ഇതിന് ഇഷ്ടംപോലെ അഴുക്കുണ്ട്. ഇതൊക്കെ ഒന്ന് ചുരണ്ടി എടുത്ത് കളയണം നമുക്ക് ആദ്യം. ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് കണ്ട് ഈ ഒരു പോർഷൻ കൂടെ ഇളക്കി ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ ടീ സ്പാനർ എടുത്തിട്ടുണ്ട്. ഇത് 8mm ആണ്. അപ്പോൾ ഈ ടീ സ്പാനറാണ് ഇട്ട് നമുക്ക് ആദ്യം ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് ലൂസായിട്ടാണോ ഇരുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ. ചുമ്മാ കറക്കിയപ്പോഴത്തേക്കും വന്നു. ഈ സ്ക്രൂ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ അടുത്ത ഏരിയയും കൂടെ ജസ്റ്റ് ഒന്ന് ഊരാം. അടുത്ത് ഇതിൻ്റെ ഇവിടെ തന്നെ വരുന്നത്. ഇതും കൂടെ ഒന്ന് ഊരിയേക്കാം. ഇത് കണ്ടില്ലേ ഗൈസ്, അപ്പോൾ ഇതിനകത്തുള്ള ഈ അഴുക്കൊക്കെ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇന്ന് എന്തായാലും ഊരിയത് നന്നായി. ഈ ഒരു പോർഷൻ ഇത്ര ഊരിയെടുത്ത് നന്നായി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റാക്കണം. അതുപോലെ അത് ഇവിടെ നിന്നാണ് അത് ഊരിയെടുത്തത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ കുറച്ച് അഴുക്കൊക്കെ ഇതൊക്കെ ഒന്ന് ചുരണ്ടി കളയാട്ടോ. ഒത്തിരി ഒരു ലോഡ് മൊത്തം ഇതിൽ അഴുക്കളുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ എല്ലാം ഒത്തിരി അഴുക്കാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഗ്രീസൊക്കെ ആയതിൻ്റെയൊക്കെ കുറേ ഫുള്ള് പാട്. എനിക്കൊന്ന് ഇവിടെ നിന്ന് ആരും പ്രോപ്പറായിട്ട് ഇളക്കി ക്ലീൻ ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അന്യായ ചെളി കേട്ടോ. അന്യായ ചെളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ചെളി. ഇത് ഇളക്കും തോറും ഒത്തിരി അഴുക്ക് വെളി വരും കേട്ടോ. ഒത്തിരി അഴുക്ക് വെളി വരുന്നുണ്ട്. ഇതിനകത്ത് ഇഷ്ടംപോലെ അഴുക്കിരിപ്പുണ്ട്.
ഓ ലുക്ക് അറ്റ് ദിസ് ഗായ്സ്. ഇവിടെ നിന്ന് ചുരണ്ടി എടുത്ത ചെളിയാണ് കേട്ടോ ഈ കാണുന്ന അത്രയും. നമ്മൾ ഇന്നത്തെ ടാസ്ക് ആക്ച്വലി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇതിനിടയിലൊക്കെ ഉള്ള അഴുക്കുകൾ നമ്മൾ സർവീസ് സെൻറ്ററിൽ പോലെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിനിടയിൽ നിന്ന് കുറച്ചൊക്കെ ഈ ചെളികളൊക്കെ കുത്തികളാക്കി എങ്ങനെ ഇതിനകത്തൊക്കെ എന്താ പറയുക, ഈ ഒരു പോർഷൻ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് ചെയിൻ്റെ ഒരു പോർഷനാണ്. ഇവിടെ എപ്പോഴും ഗ്രീസും കാര്യങ്ങളും ചെളികളെല്ലാം പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ എന്നാലും നമ്മൾ വല്ലപ്പോഴേക്കൊക്കെ ഈ പോർഷനൊക്കെ അതേപോലെ ഒന്ന് തുറന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ അവരവരെ വണ്ടി ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തുമാത്രം അഴുക്കാണെന്നുള്ളത്. അപ്പോൾ വല്ലപ്പോഴേക്ക് ഇതുപോലെയൊക്കെ തുറന്ന് ക്ലീൻ ചെയ്ത് ഇതേപോലെ ഒരു ഫ്രീ ടൈമിലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലോഡ് അഴുക്ക് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഈ അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് വാഷ് ചെയ്ത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വാഷ് ചെയ്യാനുള്ളത് ഇതും കൂടെ ഉണ്ട് കേട്ടോ. ഇതിലും ഇതേപോലെ കുറേ ഈ ഗ്രീസിൻ്റെ കറ പറ്റിയിട്ട് നല്ല ചെളിയായിട്ടിരിക്കുന്നത് കാണാം. അപ്പം ഇതിനെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടേ എന്നിട്ട് വേണം നമുക്ക് വണ്ടിയുടെ ചെയിൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ അതാണ്ട് ഈ ചെയിനിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സാധനം കൂടെ ഒന്ന് വാഷ് ചെയ്ത് കേട്ടോ. ഇതിവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കാം. ദെൻ നമ്മളെ വണ്ടി നൈസായിട്ടൊന്ന് വാഷ് ചെയ്യാം കേട്ടോ ഞാൻ. എന്നാൽ ഈ ഇടയ്ക്കൊന്നും ഞാൻ കാര്യമായിട്ട് ബൈക്ക് വലിയ ചെളിയിലോ അല്ലെങ്കിൽ അത്യാവശ്യം ഓഫ് റോഡ് പോലത്തെ സിറ്റുവേഷൻസിലൊന്നും കൊണ്ടുപോയില്ല. അതുകൊണ്ട് തന്നെ വലിയ ചെളിയും കാര്യമൊന്നുമില്ല. വീലിൻ്റെ ഇവിടെയൊക്കെ ഉള്ള കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ കളയാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ ചെയിനും കാര്യമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കല്ലേ. ഇപ്പോൾ ചെയിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യണം. വേറെ പരിപാടിയൊന്നുമില്ല. കുറേ ചെളിയാണ് കേട്ടോ. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ചെയിൻ ഞാൻ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ ഡീസൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു ബോട്ടിലിൽ ഡീസൽ ഫില്ല് ചെയ്ത് നമ്മുടെ സ്പ്രേ ചെയ്യുന്ന ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം നൈസായിട്ട് ഇവിടെ ഒന്ന് ഇതിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടേ ഞാൻ അങ്ങനെ അപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാനുള്ളതാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ആ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബ്രഷാണ്. അപ്പോൾ ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ ബൈക്ക് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ അത്യാവശ്യം ബൈക്ക് നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും കാണേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം നമുക്ക്. ഗൈസ് അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ലൈറ്റായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇപ്പം കണ്ടില്ലേ നല്ല കിഡിലായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും അത്യാവശ്യമൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഗ്രീസി എഫക്റ്റും എല്ലാം ഞാൻ കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ പരിപാടി വേറെ ഒന്നുമില്ല, ഇനി നമ്മുടെ ലൂബ് ചെയ്യുക, അത്രേ ഉള്ളൂ. ലൂബ് ചെയ്യുന്നു. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും ഞാൻ വാഷ് ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടൊന്ന് വാഷ് ചെയ്തേ ഉള്ളൂ. ഗൈസ് അപ്പോൾ നമ്മുടെ ലൂബ് അതാ ഇത് മാക്സോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഒരു ചെയിൻ ലൂബാണ് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിലായിരുന്നു. അപ്പോൾ മോട്ടിൽ വെച്ചിട്ട് എനിക്കങ്ങനെ വേണ്ട ഒരു ഗുണം കിട്ടിയില്ല. അപ്പം അതിനുശേഷം ഞാൻ പിന്നെ യൂസ് നമ്മളെ TRM എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് അറിയാം ഇതിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മുടെ നേരത്തെ സാരി ഗാർഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഈ ചെയിൻ പ്രൊട്ടക്ടർ ഈ ഒരു പരിപാടി സെറ്റ് ചെയ്യാം.
പിന്നെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ക്യാപ്പ് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഗൈസ് നമ്മൾ ഇവിടുത്തെ ഈ സ്ക്രൂ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സാധനം ലൈക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ തമ്മിൽ അങ്ങ് ജോയിൻ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ അങ്ങ് ഇട്ട് കൊടുത്താൽ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സെയിം 5mm അലങ്കിയാണ്. അപ്പോൾ ഇത് ടൈറ്റായി. പിന്നെ അടുത്തത് എവിടെയും കൂടെ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു സംഭവം കൂടെ ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കിട്ടും. രണ്ടാമത്തെ സ്ക്രൂ സെയിം 8mm സ്പാനറാണ് കേട്ടോ, T സ്പാനറാണ്. അപ്പോൾ ഇതിട്ടാണ് ഞാൻ നേരത്തെ ഊരി എടുത്തത്. അപ്പോൾ ഇതിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബെല്ലയുടെ ചെയിൻ ലൂബ് പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുപോലെ ഇത് ഞാൻ യൂസ് ചെയ്ത ഈ മാക്സോൾ എന്നൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ അന്നത്തെ വീഡിയോ വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.